ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ കോമൺ ആയി ചെയ്യുന്ന ഹെയർ കെയർ മിസ്റ്റേക്സ് ആണ്. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം നമ്മൾ അത് ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ മിസ്റ്റേക്സ് നമുക്ക് തിരുത്തുവാനുള്ള അവസരമായിട്ട് ഇത് കാണുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് വാഷിംഗ് ഹെയർ വിത്ത് ഹോട്ട് വാട്ടർ ആണ്. അതായത് ചൂടുവെള്ളം കൊണ്ട് തലമുടിയിൽ ഒഴിച്ചാൽ അത് നമ്മുടെ മുടിക്ക് ദോഷമായി മാറുന്നതാണ്. കാരണം ഇപ്പോ നമ്മളിപ്പോ ചൂടുവെള്ളം തലയിൽ ഒഴിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം തണുപ്പ് സമയങ്ങളിൽ നമ്മൾ ചൂടുവെള്ളം കൊണ്ടാണ് കുളിക്കുക. അപ്പൊ എന്താണ്, മേല് കഴുകുന്നതിന്റെ കൂടെ തലയും കൂടിയും ചൂടുവെള്ളം കൊണ്ട് കഴുകും. അത് ഇപ്പൊ ധാരാളമായി ആളുകൾ ചെയ്യുന്ന പ്രവണതയാണ്. എന്നാൽ ഇതൊരു മിസ്റ്റേക്ക് ആണ്. ഈ മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ മുടി കൊഴിയാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ഇപ്പോ നിങ്ങൾ ഒരു ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിയുവാനും സാധ്യതയുണ്ട്. രണ്ടാമതായി പറയുന്നത് നമുക്ക് താരൻ കൂടുതലായി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പൊ ഗായ്സ്, നിങ്ങൾ എന്താണ് ഇനി മുതൽ കുളിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ തലമുടി നിങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകുവാൻ ശ്രമിക്കുക. ഇപ്പോ തണുപ്പുള്ള ഏരിയകളിൽ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോ ലഡാക്ക് പോലുള്ള ഏരിയകളിലൊക്കെ നമുക്ക് തണുത്ത വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച നിങ്ങൾ വിവരം അറിയും. കാരണം അവിടെ വേറെ വഴിയില്ല. അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കണം. എന്നാൽ നമുക്ക് പറ്റുന്ന സ്ഥലം, ഇപ്പോ നമുക്ക് പറ്റുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ, അതായത് ഇപ്പോ നമ്മൾ ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എത്ര തണുപ്പ് വന്നാലും തന്നെ തലമുടിയിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം വരികയില്ല. ഇനിയിപ്പോ പനിയും വല്ല പ്രശ്നമാണെങ്കിൽ തലമുടിയിൽ വെള്ളം ഒഴിക്കേണ്ടെന്ന് വെച്ചോ. എന്നിരുന്നാലും തലമുടിയിൽ ചൂടുവെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നതാണ് ഡെയിലി ഹെയർ വാഷ് വിത്ത് ഷാംപൂ. അതായത് നിങ്ങൾ ഷാംപൂ ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടിയുടെ സ്കാൽപ്പ് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ മുടി കൊഴിയുവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി വരുന്നതാണ് നിങ്ങളുടെ തലമുടിയിലുള്ള നാച്ചുറൽ സോയിൽ നിങ്ങളുടെ ഷാംപൂ ഉപയോഗം കാരണം ധാരാളമായി നഷ്ടപ്പെടുകയും അങ്ങനെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 1 തവണ ഉപയോഗിക്കുന്നതിൽ വലിയൊരു കുഴപ്പമില്ല. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുക എന്നതാണ്. ഗായ്സ്, നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നതാണ് നമ്മൾ യൂസിങ് ടു മച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സ്. അതായത് നമ്മൾ നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യാനായിട്ട് ഹെയർ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇത്തരം ഹെയർ കെയർ പ്രൊഡക്ട്സ് തന്നെ ധാരാളം കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഇത്തരം കെമിക്കൽസ് നിങ്ങളുടെ തലമുടിയെ സാരമായി ബാധിക്കുകയും അങ്ങനെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഹെയർ കെയർ പ്രൊഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും സൾഫറും ഒക്കെ തന്നെ നിങ്ങളുടെ തലമുടിയെ സാരമായി ബാധിക്കുകയും സ്കാൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുകയും അങ്ങനെ തന്നെ നിങ്ങളുടെ മുടി കൊഴിയാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, ഇപ്പൊ കല്യാണത്തിന് പോവേ അല്ലെങ്കിൽ വല്ല മേക്കപ്പ് വല്ല കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് ഇത്തരം പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിൽ വരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നതാണ് നോട്ട് മസാജിങ് ഹെയർ വിത്ത് ഓയിൽ. ഇപ്പോ നിങ്ങൾ എത്രത്തോളം മുടിയെ പരിപാലിച്ചുവെങ്കിലും, ഇപ്പോ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഇപ്പൊ ഈ 4ാമത്തെ മിസ്റ്റേക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് ധാരാളമായി സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം മുടി പരിപാലിച്ചാലും നിങ്ങളുടെ മുടിക്ക് ഇപ്പോ മുടിയുടേതായ ഒരു പോഷകം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കെയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടി എന്തായാലും കൊഴിഞ്ഞു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ നിങ്ങൾ എന്താണ് തലമുടി എണ്ണ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എണ്ണ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ എന്താ, നിങ്ങളുടെ തലമുടിയിലെ രക്തമോട്ടം നടക്കുകയും അങ്ങനെ മുടി കൊഴിച്ചിലിനെ തടസ്സപ്പെടുത്തുകയും പുതിയ മുടി ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായി വരുന്നതാണ് യൂസിങ് ടു മച്ച് ജങ്ക് ഫുഡ്സ്.
കൺസ്യൂമിങ് ടു മച്ച് ജങ്ക് ഫുഡ്സ്. നിങ്ങൾ ഇപ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ജങ്ക് ഫുഡ്സ് ഒരു ഘടകമായി മാറിയിരിക്കുകയാണല്ലേ. ഓക്കെ, നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് വലിയൊരു നമ്മളൊരു കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് വലിയൊരു കുഴപ്പമില്ല. പക്ഷെ കൂടുതലായി കഴിച്ച് നിങ്ങളുടെ ശരീരത്തെയും മുടിയെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പോ നിങ്ങൾ ധാരാളമായി ജങ്ക് ഫുഡ്സ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ്സ് ധാരാളമായി കഴിക്കാതെ നിങ്ങൾ ജങ്ക് ഫുഡ്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ മിതമായി കഴിച്ച് അങ്ങനെ കുറച്ച് കൊണ്ടുവരാന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി ജങ്ക് ഫുഡ്സിന്റെ അളവ് കുറച്ചിട്ട് ധാരാളമായി പച്ചക്കറിയും ഫലവർഗ്ഗങ്ങൾ, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തെയും മുടിയെയും പോഷിപ്പിക്കുകയും അങ്ങനെ ആരോഗ്യമുള്ള മുടിയും ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പൊ ഗായ്സ് ഇന്ന് ഇത്രയും 5 മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് അറിയാതെ ചെയ്തു പോകുന്ന മിസ്റ്റേക്സ് ഒക്കെ ധാരാളമുണ്ട്. അതായത് ഇപ്പൊ കുളിച്ച ഉടനെ തലമുടി ഹാർഡായിട്ട് തോർത്താം. ഇപ്പൊ നമ്മൾ കുളിച്ച തലമുടി തോർത്തും, അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ബലം ഉപയോഗിച്ച് തലമുടി തോർത്തരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നും നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടന്റുകളാണ് ഇഷ്ടമുള്ളതെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ എനിക്ക് പ്രധാനമായി പറയാനുള്ള കാര്യം എന്തെന്നാൽ, ഞാൻ ഈ ചാനലിന്റെ പേര് മാറ്റുവാൻ പോവുകയാണ്. ദാസ് ദി എക്സ്പ്ലോറർ എന്ന ചാനൽ ശരിക്കും എന്റെ ഫൈനലൈസ് ചെയ്ത പേരല്ല. എനിക്ക് പുതിയൊരു പേര് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ എന്തായാലും ആ പേരിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ ആ പേര് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഈ ചാനലിന്റെ പേര് മാറ്റുന്നതിന് മുമ്പ് ഞാൻ എന്റെ പുതിയ ചാനലിന്റെ പേര് എന്റെ ചാനലിന്റെ പുതിയ പേര് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോ ഗായ്സ്, ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.